യുഎഇയിലെ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ, കൗൺസിലർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ദുബായ് ഇന്ത്യൻ കൗൺസിലേറ്റിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് തികച്ചും ലോക്കലിൽ ആദ്യം പങ്കുവയ്ക്കാനുള്ളത്. സേവനങ്ങൾക്കായിട്ട് നമുക്ക് മുൻകൂർ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ നേരിട്ടെത്താനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നല്ലോ, വാക്ക് ഇൻ സൗകര്യം. അത് നിർത്തിവെച്ചതായി കൗൺസിലേറ്റ് തിങ്കളാഴ്ച വൈകിട്ട് അറിയിച്ചിട്ടുണ്ട്. ദുബായ് കൗൺസിലേറ്റിലേക്ക് ഇനി മുതൽ നിങ്ങൾ വാക്ക് ഇൻ സൗകര്യം ഉണ്ടാകില്ല. എന്നാൽ അബുദാബി ഇന്ത്യൻ എംബസിയിൽ വാക്കിൻ സൗകര്യം ഉണ്ടാവും. രാവിലെ 9 മണി മുതൽ 11 മണി വരെ പരിമിതമായിട്ടുള്ള അളവിലാണ് വാക്കിൻ സൗകര്യം ലഭ്യമാക്കുക. അപ്പോൾ ഇനി കോൺസുലേറ്റിന്റെ സേവനങ്ങൾക്കായി എത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബുക്ക് പാസ്പോർട്ട് ഇന്ത്യ UAE.com എന്ന പോർട്ടൽ വഴി ആദ്യം അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അതിനനുസരിച്ച് കോൺസുലേറ്റിലേക്ക് എത്തുക. അപേക്ഷ ബുക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് ബുക്ക് സ്ലോട്ട് ചെയ്യാനുള്ള ഈ പോർട്ടൽ ഓപ്പൺ ആവുക. ഇന്ന് രാത്രി നമ്മൾ ബുക്ക് ചെയ്താൽ പിറ്റേ ദിവസത്തെ സേവനങ്ങൾക്കുള്ള അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ദിവസവും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയങ്ങളിലേക്കാണ് ഇപ്പോൾ അപ്പോയിന്റ്മെന്റുകൾ നൽകുന്നത്. അപ്പോയിന്റ്മെന്റ് ലഭിച്ചവർക്ക് നിശ്ചിത സമയത്തിന് 15 മിനിറ്റ് മുൻപ് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അപേക്ഷകരെ മാത്രമായിരിക്കും ഉള്ളിലേക്ക് ഇപ്പോൾ കടത്തിവിടുക. ഈ തിരക്ക് പരിഗണിച്ചാണ്. അതേസമയം ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അപേക്ഷകർ മാതാപിതാക്കൾ രണ്ടുപേരും കടത്തിവിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അബുദാബി ഇന്ത്യൻ എംബസിയിൽ നമ്മൾ കൗൺസിലർ, പാസ്പോർട്ട്, വിസ സേവനങ്ങൾക്കായിട്ട് എത്തുമ്പോൾ അൽ സഫാറത്ത് സ്ട്രീറ്റിലുള്ള എംബസിയുടെ പ്രധാന കവാടത്തിൽ പ്രവേശിക്കണം. ഇനി എൻക്വയറി രേഖകൾ വാങ്ങിക്കാനും ഒക്കെ എത്തുന്നവരുണ്ടല്ലോ, അവർ ഗാർഡിയൻ ടവർ, അലിഷിറ സ്ട്രീറ്റ്, അബുദാബി എന്ന വിലാസത്തിൽ ഈ കൗൺസിലർ വിങ്ങിന്റെ 1ാം നിലയിലെ യൂണിറ്റ് നമ്പർ 101 കോൺടാക്ട് ചെയ്യേണ്ടത്. ദുബായ് കൗൺസിലേറ്റിൽ എത്തുന്നവർ പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്ക് ഗേറ്റ് നമ്പർ 1 കൂടിയാണ് പ്രവേശനം ഉണ്ടാവുക. നവജാത ശിശുക്കളുടെ അപേക്ഷകൾക്കും പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ നൽകുന്ന അടിയന്തര യാത്രാ രേഖയായ ഈ എമർജൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്കും ഒക്കെ മുൻഗണനയുണ്ടാകും. അപ്പോൾ ഈ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റുകൾ ഇല്ലാതെ വാക്ക് ഇൻ ചെയ്യുന്ന സംവിധാനം കോൺസുലേറ്റ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യം ശ്രദ്ധിക്കുക. UAEയിൽ ഇപ്പോൾ നിലവിലുള്ള ഉച്ചവിശ്രമ നിയമം, അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചില മേഖലകൾക്ക് അതേസമയം ഇളവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത്, ചില കമ്പനികൾ ഉച്ചവിശ്രമ നിയമം ലംഘിച്ച് തൊഴിലാളികളെ കൊണ്ട് നിർബന്ധപൂർവ്വം ജോലി ചെയ്യിപ്പിക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കണ്ടാൽ ഒരാൾക്ക് 5000 ദിർഹം വീതം പിഴ ഈടാക്കുമെന്ന് UAE സ്വദേശിവൽക്കരണ മാനവ വിഭവശേഷി മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഒന്നിലേറെ തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്ന നിയമലംഘനങ്ങൾക്ക് മാക്സിമം 50,000 ദിർഹം വരെ പിഴ ഈടാക്കും എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. കമ്പനിയുടെ ഗ്രേഡ് കുറയ്ക്കുന്ന നടപടികൾ ഉണ്ടാകും. നിലവിലെ ജലം, വൈദ്യുതി, വാർത്താവിനിമയം തുടങ്ങിയ അവശ്യ സേവനങ്ങളിലെ തകരാറുകൾ പരിഹരിക്കൽ, ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള അടിയന്തര റോഡ് പണികൾ, അങ്ങനെയൊക്കെയുള്ള ചില കാറ്റഗറികൾക്കാണ് ഇളവ് നൽകിയിരിക്കുന്നത്. അല്ലാത്ത തൊഴിലാളികളെ ഒരു കാരണവശാലും ഈ സമയത്ത് പണിയെടുപ്പിക്കരുതെന്ന് മന്ത്രാലയം ആവർത്തിച്ച് ഓർമ്മപ്പെടുകയാണ്. ഇനി നിങ്ങൾ ഈ നിയമലംഘനങ്ങളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ 6000590000 എന്ന കോൾ സെന്റർ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മന്ത്രാലയത്തെ കാര്യങ്ങൾ ധരിപ്പിക്കാമെന്നും മാനവശേഷി തൊഴിൽ വിഭവ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. സാങ്കേതിക തകരാറിനെ തുടർന്ന് തടസ്സപ്പെട്ട ബാങ്കിംഗ് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചതായി ADCB ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. വലിയ ഇടപാടുകൾ നടന്നിട്ടും കഴിഞ്ഞ 4 ദിവസമായി ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സംവിധാനങ്ങൾ സുസജ്ജമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ബാങ്ക് പറയുന്നത്. ദിവസങ്ങളിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് തടസ്സം ഉണ്ടായത്. ഇത് പ്രധാനമായും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള പേയ്മെന്റുകളെയും പണം കൈമാറ്റങ്ങളെയൊക്കെയാണ് ബാധിച്ചത് എന്നും അവർ പറയുന്നു. നിലവിൽ ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സിസ്റ്റം, ബ്രാഞ്ചുകൾ, ATM, CDM, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് സേവനങ്ങൾ, കോർപ്പറേറ്റ് ബാങ്കിംഗ് എന്നിവയെല്ലാം സാധാരണ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം ഈ ആസ്പെയർ റീറ്റെയിൽ ബാങ്കിംഗ് വിഭാഗത്തിൽ ചെറിയ വിഭാഗം ഉപഭോക്താക്കൾക്ക് ആപ്പ് സേവനം പൂർണ്ണമായി ലഭിക്കാനുണ്ട്. അത് ഉടൻ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ADCB ബാങ്ക് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്.